നമസ്കാരം. എല്ലാ വർഷവും MBBS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് വരുത്തുന്ന മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രം പല ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ വർഷം അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇത്തരം മിസ്റ്റേക്കുകൾ, ഇത്തരം ബ്ലണ്ടേഴ്സ് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. നമുക്കറിയാവുന്നതുപോലെ നീറ്റിന്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ നടക്കുന്നത് ഫുള്ളി ഓൺലൈൻ ആയിട്ടാണ്. ഇത് തന്നെ 3 സ്റ്റേജുകളായിട്ടാണ്, 3 സെപ്പറേറ്റ് സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ആൻഡ് ഫീ പേയ്മെന്റ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ റെഫർ ചെയ്യേണ്ട വെബ്സൈറ്റ് neet.nta.nic.in. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആപ്ലിക്കേഷൻ സബ്മിഷൻ പ്രോസസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ NTA പബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിക് നോട്ടീസ്, അതോടൊപ്പം തന്നെ നീറ്റിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, ഇവ രണ്ടും നന്നായി വായിച്ചിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്. ഓക്കെ, നമുക്ക് ഡയറക്ട്ലി എന്താണ് സ്റ്റുഡൻസ് വരുത്തുന്ന ജനറൽ മിസ്റ്റേക്കുകൾ എന്ന് നോക്കാം. Mistake number 1, referring to Aadhaar card for entering the name of the student. പലപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആധാർ കാർഡാണ് എന്നുള്ളത് കൊണ്ട് പല സ്റ്റുഡൻസും അവരുടെ നെയിം എൻ്റർ ചെയ്യുന്നതിന് ആധാർ കാർഡ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെക്കുക, ക്ലാസ് 10 ആണ് നമ്മുടെ ബേസിക് റെഫറൻസ് ഡോക്യുമെന്റ്. അതുകൊണ്ട് തന്നെ പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ക്ലാസ് 10ൽ നിന്ന് ആധാർ കാർഡിലെ പേരിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത്, എൻ്റർ ചെയ്യേണ്ടത് ക്ലാസ് 10ലെ പേരായിരിക്കണം. കറക്ഷൻസ് ആവശ്യമായി വരികയാണെങ്കിൽ ആധാർ കാർഡ് കറക്റ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ ആധാർ കാർഡ് മൊബൈൽ ഫോണുമായിട്ടും ഇമെയിലായിട്ടും ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ളത്. മിസ്റ്റേക്ക് നമ്പർ 2, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. നമ്മുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഉള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതിന്. ഫോട്ടോഗ്രാഫ്സ് ക്ലിയർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ സോഫ്റ്റ് കോപ്പി 10 KB to 200 KB വരുന്ന JPG or JPEG ഫയലായിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ ഓൾസോ ഹാസ് ടു ബി ഇൻ JPG or JPEG ഫോർമാറ്റ് ആൻഡ് ഇറ്റ്സ് സൈസ് ഹാസ് ടു ബി വിത്തിൻ 10 KB to 100 KB. മിസ്റ്റേക്ക് നമ്പർ 3, റോങ് കാറ്റഗറി സെലക്ഷൻ. ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും സ്റ്റുഡൻസ് അൺനെസസറി മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു ഏരിയ കൂടിയാണിത്. നമ്മുടെ കാറ്റഗറി ജനറൽ ആകാം, OBC, SC, ST തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കാറ്റഗറി ഏതാണോ അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് കൃത്യമായി എൻ്റർ ചെയ്യുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനറൽ കാറ്റഗറിയിൽ തന്നെ റിസർവേഷൻ അനുവദിക്കുന്ന EWS കാറ്റഗറിയിൽ നമ്മൾ വരുന്നുണ്ടെങ്കിൽ അതും വളരെ സ്പെസിഫിക് ആയിട്ട് ആലോചിച്ച് എൻ്റർ ചെയ്യേണ്ടതാണ്. റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന OBC, OEC, SC, ST തുടങ്ങിയ ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യമായി വരുന്ന സർട്ടിഫിക്കറ്റ്സ് നമ്മൾ നേടേണ്ടത് തഹസിൽദാറിൽ നിന്നാണ്. നമ്മൾ കീമിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഉപയോഗിച്ച സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, തഹസിൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രത്യേകമായി വേണം എന്ന് പ്രത്യേകം ഓർക്കണം. ഇത് നാഷണൽ ലെവൽ അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പലപ്പോഴും ധാരാളമായി വിദ്യാർത്ഥികൾ അബദ്ധങ്ങൾ ചെയ്യാറുള്ള ഒരു ഏരിയയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയിൽ ഏതാണ് അനുവദനീയമെന്ന്, കേരള സ്റ്റേറ്റിൻ്റെതൊക്കെ ഏതാണ് അനുവദനീയമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണ് ncbc.nic.in. ഈ വെബ്സൈറ്റിൽ അതാത് കാറ്റഗറിയിൽ വരുന്ന കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി റിസർവേഷൻസ് പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്ക് നമ്പർ 4, എൻട്രിങ് മാർക്സ്. പ്ലസ് 2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാർക്ക് എൻ്റർ ചെയ്യേണ്ടി വരുന്ന സമയത്ത് വരുന്ന ഒരു കൺഫ്യൂഷനാണ്. CBSE സ്റ്റേറ്റ് ബോർഡുകളിലൊക്കെ വ്യത്യസ്തമായിട്ട് മാർക്കുകൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന്. സ്റ്റേറ്റ് ബോർഡിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ മാർക്ക് എൻ്റർ ചെയ്യേണ്ടത് ടോട്ടൽ 1200-ലാണ്. ഇങ്ങനെ സ്റ്റേറ്റ് ബോർഡിൽ ടോട്ടൽ മാർക്ക് 1200-ലാണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് CBSE ബോർഡിലേക്ക് വരുമ്പോൾ പ്ലസ് 2വിന്റെ മാർക്ക് മാത്രമാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇത് തന്നെ ICSE ബോർഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള മാക്സിമം മാർക്കാണ് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യേണ്ടത്. മിസ്റ്റേക്ക് നമ്പർ 5, അൺക്ലിയർ ലൈവ് ഫോട്ടോഗ്രാഫ്സ്. JEE ആപ്ലിക്കേഷനിലൊക്കെ കൊടുത്തതുപോലെ തന്നെ നീറ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് ലൈവായിട്ട് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും സ്റ്റുഡൻസ് വരുന്ന ഒരു മിസ്റ്റേക്ക്, ലൈവ് ഫോട്ടോഗ്രാഫ് ഒരിക്കലും ക്ലിയർ അല്ലാത്ത ഫോട്ടോഗ്രാഫ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഡിജിറ്റൽ വെരിഫിക്കേഷനൊക്കെ വേണ്ടി വരുന്നതിന് ഈ ഫോട്ടോഗ്രാഫ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയോടെയുള്ള ഫോട്ടോ ആണ് ലൈവ് ഫോട്ടോഗ്രാഫിൽ എടുക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈവ് ഫോട്ടോഗ്രാഫ് വേണ്ടി വരുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട്, പലപ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യുന്നതൊക്കെ പേരൻസ് ആയിരിക്കും, സ്റ്റുഡൻസ് അടുത്തുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാവുന്ന പോലെ QR കോഡ് നമുക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലോഗ് ഔട്ട് ചെയ്തിട്ട് സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ലൈവ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാം. മിസ്റ്റേക്ക് നമ്പർ 6, മിസ്സിംഗ് ഓർ റോങ് ഡോക്യുമെന്റ്സ്. നമ്മൾ ആപ്ലിക്കേഷനൊപ്പം തന്നെ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് നമുക്കറിയാം. ഓരോ ഡോക്യുമെന്റും പ്രത്യേകമായി വെരിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുക. അതോടൊപ്പം തന്നെ ഒരു ഡോക്യുമെന്റ് പോലും മിസ് ചെയ്യുന്നില്ല എന്ന കാര്യം കൂടി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. മിസ്റ്റേക്ക് നമ്പർ 7, നോട്ട് ഡൂയിങ് ദ ഫൈനൽ വെരിഫിക്കേഷൻ. നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ആപ്ലിക്കേഷൻസ് എല്ലാം ഫില്ല് ചെയ്തു എങ്കിൽ പോലും ഫൈനലി അതിന്റെ ഒരു പ്രിവ്യൂ നോക്കിയതിന് ശേഷം എല്ലാം കൃത്യമാണെന്ന് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഫൈനലി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് ഫീ പേയ്മെന്റ് സമയത്ത് ഫെയിലിയർ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ലോഗ് ഔട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് പ്രത്യേകമായി നോക്കുക. അതിനുശേഷം വേണം നമുക്ക് കൺഫർമേഷൻസ് കൊടുക്കാൻ. ഇത്രയുമാണ് സാധാരണമായി കണ്ടുവരുന്ന ബ്ലണ്ടേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് സ്റ്റുഡൻസ് വരുത്താറുള്ളത്. ഇതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ സബ്മിഷന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേ വരെ വെയിറ്റ് ചെയ്യുന്ന പല സ്റ്റുഡൻസിനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്.
പ്ലീസ് ട്രൈ ടു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ഫോം അറ്റ്ലീസ്റ്റ് 2-3 days ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റിന് ശേഷം കറക്ഷൻസിന് വേണ്ടിയിട്ടുള്ള വിൻഡോസ് ഓപ്പൺ ആകും. അതും പ്രത്യേകം ശ്രദ്ധിച്ച് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കി അതുകൂടി വെരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ ചെറുതെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും നന്നായി പ്രിപ്പയർ ചെയ്യുന്നതിനും നല്ല സ്കോറോട് കൂടി നീറ്റ് ക്ലിയർ ചെയ്യുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.